പൊളിറ്റിക്കലി എനിക്ക് അറിയില്ല BJP. ഞാൻ ഡൽഹിയിൽ നിന്ന് ഫീഡ്ബാക്ക് ശരിക്കും പറഞ്ഞാൽ ആപ്പിൻ്റെ ഓഫീസിന് മുമ്പിൽ, കേജ്രിവാളിൻ്റെ വീട്ടിന് മുമ്പിൽ, ആതിഷി മർലേനയുടെ വീട്ടിന് മുമ്പിലൊക്കെ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തേണ്ടതാണ്, കോലം കത്തിക്കൽ നടത്തേണ്ടതാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു നരേറ്റീവ് റൺ ചെയ്യേണ്ടതാണ്. നേരെ തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആണ് ഇത് പറയുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയിൽ ഛത്തീസ്ഗഡുകാരൻ വിഷം കലർത്തിയെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നു, മോഹൻ യാദവ് പറയുന്നു. ഇത് ഭീകരമായ വാർത്തയാകും, അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാകും. BJPക്കെതിരെ ഉപയോഗിക്കാം ആ രീതിയിൽ. ബട്ട് തിരിച്ച് ഇതുപോലത്തെ ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ BJPക്കാർക്ക് സാധിക്കുന്നില്ല. അവർക്കത് ക്ലിക്ക് ചെയ്യുന്നില്ല. ഈ പോയിൻ്റ് നമുക്ക് ഇൻ്റർനാഷണൽ തലത്തിൽ റൺ ചെയ്യാവുന്നൊരു നരേറ്റീവാണ്. കേജ്രിവാളിൻ്റെ സകല ക്രെഡിബിലിറ്റിയും ഇൻ്റർനാഷണലി തകർക്കാവുന്നൊരു നരേറ്റീവാണിത്. ആ നരേറ്റീവ് BJP എത്ര കണ്ട് ഉപയോഗിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഉറപ്പാണ് അന്ന് വൈകുന്നേരം മലയാള മാധ്യമങ്ങളിൽ ചർച്ച അതായിരിക്കും, ഇല്ലേ? വിഷം കലർത്തി എന്ന് പറഞ്ഞ് പരിഭ്രാന്തി വരുത്താമോ, ഇങ്ങനെയാണോ രാഷ്ട്രീയം കളിക്കുന്നത്, ആത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ യമുനാ തീരത്ത് വലിയ ബഹളം നടക്കും. കാരണം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് യമുനയിൽ വിഷം കലർത്തി എന്നാണ് പുള്ളി പറയുന്നത്. ഈ യമുനയിൽ വിഷം കലർത്തി കഴിഞ്ഞാൽ ആദ്യം മരിക്കുന്നത് ഹരിയാനക്കാരനായിരിക്കും. ഹരിയാന കഴിഞ്ഞിട്ടാണല്ലോ ഡൽഹിയിൽ വരുന്നത്. കൃത്യം ഡൽഹി അതിർത്തിയിൽ വെച്ചിട്ട് വിഷം കലർത്താൻ പറ്റുമോ? എന്താ ഈ മനുഷ്യൻ എന്ന് മാത്രമല്ല, പുള്ളി പറഞ്ഞു എൻജിനീയർമാരത് പിടിച്ചു, അതുകൊണ്ട് ഡൽഹി രക്ഷപ്പെട്ടു. ഏത് എൻജിനീയർ പിടിച്ചു? എങ്ങനെ പിടിച്ചു? അല്ല, എങ്ങനെ പിടിക്കാൻ പറ്റും? എങ്ങനെ പിടിക്കാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ആലുവയിൽ നിന്ന് വെള്ളം വരുന്നു. ആലുവ പമ്പിങ് സ്റ്റേഷനിലോ പ്രോസസ്സിങ് സ്റ്റേഷനിലോ ആരെങ്കിലും വിഷം കലർത്തിയെന്ന് വെച്ചോ, അത് എടപ്പള്ളി പാലാരിവട്ടം വഴി ഇവിടെ വന്ന് നമ്മൾ കുടിച്ച് ആരെങ്കിലും ഒരാൾ ഉരുണ്ട് വീഴുന്നു, മറ്റേ ആൾ ബോധം കിട്ട് വീണു, ഇങ്ങനെയൊക്കെയാണല്ലോ വിഷം കയറിയെന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ ആൾക്കാർ എപ്പോഴും വിഷം ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. നോർമൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള ക്ലോറിൻ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തിട്ട് വെള്ളം അങ്ങ് പോവുകയാണ്. ഇടയ്ക്കൊക്കെ ഒരു സാമ്പിൾ എടുത്തൊക്കെ നോക്കും. ബാക്കി അപകടം കഴിഞ്ഞിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊന്നും അല്ലല്ലോ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചു, എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ എൻജിനീയർമാരത് കണ്ടുപിടിച്ചു. എന്നിട്ട് പറയുന്നു ഹരിയാനയിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലോക്ക് ചെയ്തു. ശരി, ഹരിയാനയിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ യമുനയിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഏതാ? ആകാശത്ത് നിന്ന് വന്നു. യമുന എന്ന് പറയുന്നത് ഹരിയാന കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് കയറി ഉത്തർപ്രദേശിലേക്ക് പോകുന്ന നദിയാണ് യമുന. ഹരിയാനയിൽ നിന്നുള്ളത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഏതാ യമുനയിൽ ഇപ്പോൾ ഉള്ള വെള്ളം? യമുന ഇപ്പോഴും ഒഴുകുന്നുണ്ടല്ലോ, ആ വെള്ളം ഏതാ? ഇതിന് കേജ്രിവാൾ സമാധാനം പറയണ്ടേ? സാമാന്യ ബുദ്ധിയെ ചലഞ്ച് ചെയ്യത്തക്ക രീതിയിൽ ഒരു ക്രിമിനൽ ആക്ട്. ഇത് ഡൽഹി ജൽ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ക്ലാരിഫിക്കേഷൻ ഇറക്കി. പക്ഷേ ഇങ്ങേര് പറഞ്ഞു നുണ ഇങ്ങേര് പിൻവലിച്ചിട്ടില്ല. ഇങ്ങേര് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ട് വേണം ഇയാളെ കൈകാര്യം ചെയ്യാൻ. കേജ്രിവാളിന് ഒരു പ്രശ്നമുണ്ട്. കേജ്രിവാൾ ഇത്തവണ നെർവസാണ്. കാരണം 2015-ലും 2020-ലുമൊക്കെ ഇയാൾ ഈ ഗുഡ് ഗവേണൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചൊക്കെ നിർത്തി. 20-ന് ശേഷമാണ് കേജ്രിവാളിൻ്റെ പുറത്തേക്ക് അഴിമതി ആരോപണം വരുന്നത്. ഈ മദ്യനയ അഴിമതി വന്നു. മറ്റേ ശീഷ് മഹൽ, അയാളൊരു കൊട്ടാരം പണിഞ്ഞുള്ള 45 കോടി എന്ന് പറയുന്നു. CAG കണക്കനുസരിച്ച് 30 കോടിയാണ്. 30 കോടി ചിലവാക്കി. 8 കോടിയാണ് ബജറ്റിൽ മുഖ്യമന്ത്രിക്ക് വീട് ഉണ്ടാക്കാൻ. 8 കോടി രൂപയുടെ വീടെന്ന് പറഞ്ഞാൽ തന്നെ എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ശരി, 8 കോടി ബജറ്റിൽ വെച്ചു, 30 കോടി ചിലവാക്കി. അതിനെയാണ് ശീഷ് മഹൽ എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കുക. ആദ്യമായിട്ടാണ് കേജ്രിവാൾ അഴിമതി കേസിൽ പെടുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേജ്രിവാൾ ഇപ്പോൾ ജയിച്ചു എന്ന് തന്നെ വെച്ചു. ന്യൂഡൽഹിയിലാണ് മത്സരിക്കുന്നത്. ജയിച്ചു എന്ന് വയ്ക്കുക. അപ്പോഴും അയാൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. ആവാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കണ്ടീഷനിലാണ് അയാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഫയലും ഒപ്പിടരുത്, മന്ത്രിസഭാ യോഗം വിളിക്കരുത്, ഒന്നും ചെയ്യരുത്, മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടെന്താ കാര്യം? ഇപ്പോൾ മൊത്തത്തിൽ കേജ്രിവാൾ ഡിഫെൻസീവിൽ
ഇരിക്കുന്ന ഒരു എലക്ഷനാണിത്. അതുകൊണ്ടുള്ള മരണവെപ്രാളത്തിലാണ് ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കരുതുന്നു.